നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ്, കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചേഴ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഈ കൈത്തണ്ടയുടെ അടുത്ത് റേഡിയസിൽ വരുന്ന ഒരു പൊട്ടലാണത്. നമ്മുടെ കയ്യിൽ രണ്ട് എല്ലാണ് ഉള്ളത്, റേഡിയസും അൾനയും. അതിൽ തള്ളവിരലിൻ്റെ സൈഡിൽ വരുന്ന എല്ലാണ് റേഡിയസ്. ഈ റേഡിയസ് ഈ കൈത്തണ്ടയുടെ നിന്നും ഒരു 3 സെൻറ്റിമീറ്ററിനുള്ളിൽ വരുന്ന ഫ്രാക്ചേഴ്സിനെയാണ് നമ്മൾ ഈ ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ ഇത് വളരെ കോമൺ ആണ്. ഇത് കൂടുതലും കാണുന്നത് പ്രായമായ ആൾക്കാരിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ വയസ്സായ ആൾക്കാരിൽ എല്ലിന് കട്ടി കുറവായിരിക്കും. ഇതിനെ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഈ പ്രായമായവരിൽ ഇത് സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത്. കാരണം പ്രായമായി കഴിയുമ്പോൾ ഈ ഈസ്ട്രജൻ എന്ന ഹോർമോൺ കുറയുകയും അത് കാരണം പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപോറോസിസ് എന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് കാരണം അസ്ഥിയുടെ കട്ടി കുറവായിരിക്കും. അതുപോലെ മിക്കവാറും അവർക്ക് ഈ പൊട്ടൽ ഉണ്ടാവുന്നത് കൈകുത്തി വീഴുമ്പോഴോ ചെറുതായിട്ട് എവിടെയെങ്കിലും തട്ടുമ്പോഴോ ഒക്കെ ആണ്. പിന്നെ ഇത് കാണുന്നത് 10നും 14 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിലാണ്. മിക്കപ്പോഴും തന്നെ ഇത് അവർ ഓടി കളിക്കുമ്പോൾ, അതായത് സ്പോർട്സിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഓടിയുന്ന സമയത്ത് കൈകുത്തി വീഴുമ്പോഴാണ് ഈ പൊട്ടലുണ്ടാകുന്നത്. ഈ കുട്ടികളിൽ സാധാരണ ഇത് ഒടിഞ്ഞു മാറാറില്ല. നമ്മളൊരു പച്ച കമ്പെടുത്ത് ഒടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒടിയത്തില്ല, ഒരു ഭാഗം മടങ്ങുന്നതായിട്ട് കാണാം. ഏകദേശം അതേ രീതിയിലായിരിക്കും പൊട്ടലും കാണുന്നത്. ഇതിന് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ അല്ലെങ്കിൽ ടോറസ് ഫ്രാക്ചർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതുപോലെ ഇപ്പോൾ എല്ല് വളരുന്ന ഒരു ഭാഗമുണ്ട്, എപ്പിഫേഷ്യൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയും. ആ ഭാഗത്ത് ചിലപ്പം ക്ഷതമുണ്ടായിരിക്കാം, പൊട്ടലുണ്ടായിരിക്കാം. ആ ഭാഗത്ത് പൊട്ടലുണ്ടാകാൻ ചിലപ്പോൾ ഭാവിയിൽ കയ്യിൽ വളവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. യുവാക്കളിലും മധ്യവയസ്കരിലും ഇത് സാധാരണ അധികം കാണാറില്ല. എന്നാലും ഇത് ഉണ്ടാകുന്നത് സാധാരണ അപകടങ്ങളിൽ, വാഹന അപകടങ്ങളിൽ, ബൈക്കിൽ നിന്നും കൈകുത്തി വീഴുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് കാണപ്പെടുന്നത്. നമ്മൾ അപ്പോൾ വീഴുകയോ കൈ എവിടെയെങ്കിലും ഇടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പൊട്ടലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ല വേദനയും നീരും അതുപോലെ ഡീഫോമിറ്റി, അതായത് ഒരു ഷേപ്പിലൊരു വ്യത്യാസം, കളർ വ്യത്യാസം ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഞെക്കുകയോ തൊട്ട് നോക്കുമ്പോഴോ തന്നെ നല്ല വേദന ഉണ്ടായിരിക്കും. ഈ കൈത്തണ്ട ഇങ്ങനെ അനക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഡെഫിനിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ നമുക്കൊരു എക്സ്റേ മതിയാവും. ഏകദേശം 95% കേസുകളും എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് പൊട്ടൽ കാണാൻ പറ്റുന്നതാണ്. ചില കേസുകൾ ചിലപ്പോൾ എക്സ്റേയിൽ വ്യക്തമായിട്ടില്ലെങ്കിൽ CT വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ചില ഫ്രാക്ചറുകൾ സർജറി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും, ഇനി സർജറി വേണമെങ്കിൽ അത് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് തീരുമാനിക്കാനും CT എടുക്കേണ്ടി വന്നേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ചികിത്സ ഈ പൊട്ടലിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. അതായത് എങ്ങനെയാണത് പൊട്ടിയിരിക്കുന്നത് എന്ന് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 2 പീസ് മാത്രമേ കാണുള്ളൂ, ചിലപ്പോൾ 2ൽ കൂടുതൽ പീസുകൾ ഉണ്ടാവാം. അതുപോലെ ചിലപ്പോൾ ജോയിൻറ്റിൻ്റെ പുറത്ത് മാത്രമേ പൊട്ടൽ കാണത്തുള്ളൂ, ചിലപ്പം പൊട്ടൽ ജോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവാം. ഇതൊക്കെ അനുസരിച്ചിട്ട് ചികിത്സയുടെ രീതിയും മാറിയേക്കാം. എന്നാലും ആദ്യം നമ്മൾ സാധാരണഗതിയിൽ ഒരു പീസ് അല്ലെങ്കിൽ 2 പീസ് മാത്രമേ ഉള്ളെങ്കിൽ CMR അല്ലെങ്കിൽ ക്ലോസ്ഡ് മാനിപ്പുലേറ്റഡ് റിഡക്ഷൻ, അതായത് ഇത് പൊട്ടലിൻ്റെ പൊട്ടിയ ഭാഗം പുറമേ നിന്നും പിടിച്ച് യഥാസ്ഥാനത്ത് വെച്ചിട്ട് പ്ലാസ്റ്റർ ഇടുന്ന രീതിയാണ്. നമ്മൾ ഈ പ്ലാസ്റ്റർ ആദ്യം ഇടുമ്പോൾ സ്ലാബാണ് ഇടുന്നത്. സ്ലാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ കട്ടിയുള്ള പ്ലാസ്റ്റർ കാണത്തുള്ളൂ. അതെന്തിനാണ് അങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടൽ ഉണ്ടായ ഉടനെ നല്ല നീരും ഉണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഫുൾ കാസ്റ്റ് മൊത്തത്തിലുള്ള പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ നീര് കുറയുമ്പോൾ ഇത് ലൂസാവുകയും നീര് കൂടുകയാണെങ്കിൽ ഇത് ടൈറ്റായിട്ട് രക്തഓട്ടത്തെ ബാധിക്കുകയും ചെയ്യും.
അതുകൊണ്ടാണ് ആദ്യം സ്ലാബ് ഇടുന്നത്. അപ്പോൾ ഈ സ്ലാബ് ഇട്ടതിന് ശേഷം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേ എടുക്കുമ്പോൾ ഈ പൊട്ടിയ ഭാഗം കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്ലാസ്റ്റർ തന്നെ ചികിത്സ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എക്സ്റേ എടുത്തിട്ട് ഈ പൊസിഷൻ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം, അതോ തെന്നി മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോഴും പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സ്ലാബ് മാറ്റിയിട്ട് മുഴുവനായിട്ടുള്ള പ്ലാസ്റ്റർ ഇടാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച കൂടി, അതായത് മൊത്തത്തിൽ 4 ആഴ്ച, ഏറ്റവും അവസാനത്തെ ട്രീറ്റ്മെൻറ്റ് കറക്ഷൻ കഴിഞ്ഞിട്ട് 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റർ എടുക്കാറുള്ളത്. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് സ്ഥാനം തെറ്റിയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് തെന്നി മാറിയിട്ടുണ്ടെങ്കിൽ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് CRPP എന്ന് പറയുന്ന ക്ലോസ്ഡ് റിഡക്ഷൻ ആൻഡ് പെർകുട്ടേനിയസ് സ്പിന്നിങ് എന്ന് പറയുന്ന ഒരു ചെറിയ സർജറിയാണ്. അതായത് നമ്മൾ എക്സ്റേ സർജറിയുടെ ഇടയിൽ തന്നെ എടുത്ത് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മെഷീനുണ്ട്, സിയാം എന്ന് പറയും. അതിൻ്റെ കീഴിൽ വെച്ചിട്ട് ഈ പൊട്ടിയ ഭാഗം നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുകയും ഗിർക്കിൾ പോലെയുള്ള കമ്പിയുണ്ട്, അത് തൊലിയുടെ പുറത്തു നിന്ന് തന്നെ നമുക്ക് ഈ പൊട്ടിയ ഭാഗം ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അത് വെച്ച് ഉറപ്പിക്കുകയും കൂട്ടത്തിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർജറിയുടെ ഇടയിൽ തന്നെ നമുക്ക് ഈ പൊസിഷൻ നമുക്ക് കറക്റ്റാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റും. എന്നാലും സർജറി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ എക്സ്റേ എടുത്ത് ഒന്നും കൂടി കൺഫേം ചെയ്യും. ഇത് കഴിഞ്ഞ് ഏകദേശം 4 ആഴ്ച കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റർ ഒഴിവാക്കുകയും ഈ കമ്പികൾ പുറത്തുനിന്ന് തന്നെ ഊരാവുന്നതാണ്. അത് കഴിഞ്ഞ് കൈത്തണ്ട അനക്കി തുടങ്ങാവുന്നതാണ്. ഇനി ചില കേസുകളിൽ ചിലപ്പോൾ ഈ നമുക്ക് CRPP മതിയാവത്തില്ല. അങ്ങനെ വരുമ്പോൾ ഓപ്പൺ സർജറി, അതായത് നമ്മൾ പ്ലേറ്റും സ്ക്രൂവും ഉപയോഗിച്ച് ഇത് ഉറപ്പിക്കേണ്ടി വരും. അതുപോലെ ഇത് വല്ലാതെ അങ്ങ് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റും സ്ക്രൂവും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുറത്തു നിന്നും ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ഏകദേശം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിനെ ജസ് എന്നാണ് പറയുന്നത്, ജസ് ഫിക്സേഷൻ എന്ന് പറയും. അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബാർട്ടൺ ഫ്രാക്ചർ എന്ന് പറയുന്ന ഒരു തരം ഫ്രാക്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ റേഡിയസിൻ്റെ ജോയിൻറ്റിൻ്റെ ഇങ്ങനെ രണ്ടായിട്ട് പിളർക്കുന്ന രീതിയിലുള്ള ഫ്രാക്ചറാണ്. സാധാരണ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കൈ ഏതെങ്കിലും മേലോട്ടോ താഴോട്ടോ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഫ്രാക്ചറുകളുടെ നിർബന്ധമായിട്ട് നമ്മൾ സർജറി തന്നെ ചെയ്യേണ്ടി വരും. പ്ലേറ്റും സ്ക്രൂവും ഉപയോഗിച്ച് ഉറപ്പിച്ച് എടുക്കേണ്ടി വരും. പിന്നെ ഇത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തെന്നാൽ ഈ ഡീഫോമിറ്റിയാണ്. അതായത് അവിടെ ഒരു ഷേപ്പ് വ്യത്യാസം, മിക്കവാറും ഡിന്നർ ഫോർക്ക് ഡീഫോമിറ്റി. സാധാരണ ഈ കോളീസ് ഫ്രാക്ചർ എന്ന് പറയുന്ന ഈ മേളിലോട്ട് ഈ പൊട്ടിയ ഭാഗം നീങ്ങി വരുന്ന ഫ്രാക്ചറാണ് സാധാരണ കൂടുതലായും കാണുന്നത്. അപ്പോൾ അത് ഡിന്നർ ഫോർക്ക് ഡീഫോമിറ്റി എന്ന് പറയുന്ന ഒരു വൈകല്യമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ കൈത്തണ്ടയുടെ മൂവ്മെൻറ്റ്, അത് കറക്റ്റായിട്ട് ഈ മൂവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ തിരിക്കുന്ന മൂവ്മെൻ്റ് ഉണ്ട്. ഇത് അത്ര നല്ല രീതിയിൽ മുഴുവനായും ലഭിച്ചെന്ന് വരില്ല. പിന്നെയുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ കൈ അനക്കാൻ പറയും, കൈയല്ല വിരലുകൾ അനക്കാൻ പറയും. അപ്പോൾ അത് നല്ല രീതിയിൽ വിരൽ അനക്കിയില്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരൽ സ്റ്റിഫ്നെസ് വരും. പിന്നെ ഈ പ്ലാസ്റ്റർ ഒഴിവാക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ മടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ CRPS എന്ന് പറയുന്ന കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് കൈ വിരലുകളൊക്കെ മടക്കാനും ഈ തോളിൽ ഇളക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. പ്ലാസ്റ്റർ ഇവിടുന്ന് ഈ മുട്ടിന് താഴെ വരെയാണ് ഇടുന്നതെങ്കിലും തോളിനെ അത് ബാധിക്കും. CRPS എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അത് വരാതിരിക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ കൈ അനക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെയാണ് പ്ലാസ്റ്റർ ഉണ്ടാകുന്നത്. ഇവിടെ വിരൽ അനക്കി എന്ന് പറഞ്ഞ് ഇവിടുന്ന് പൊട്ടൽ ഇളകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വിരൽ നല്ലതായിട്ട് അണക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.